ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു സ്വർഗസ്നായ പിതാവിന്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ജീവിതത്തിൽ ഒരു വഴി അന്വേഷിച്ച് നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആകുലപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആകുലപ്പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഒരു സ്വർഗസ്നായ പിതാവിന്റെ പ്രാർത്ഥന ചൊല്ലി ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുന്നത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31, 32 തിരുവചനങ്ങൾ. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. ഹാലേലുയ. വചനം പറയുകയാണ്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് നിങ്ങൾ ആകുലപ്പെടേണ്ട. അതൊക്കെ ആകുലപ്പെടുന്നവരാരാ? അവിടുത്തെ വചനം പറയാനാണ്, വിജാതീയരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നമ്മുടെ സ്വർഗീയ പിതാവിന് അറിയാം. കാരണം എന്താ? ദൈവമായിരുന്നിട്ടും അത് സമാനത നിലനിർത്താതെ മനുഷ്യനായി രൂപം ധരിച്ച് മനുഷ്യന്റെ കൂടെ ജീവിച്ചു പോയതാണ് നമ്മുടെ ഈശോ. ആ ഈശോയ്ക്ക് അറിയാം നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന്, അല്ലെ? അതുകൊണ്ടാണ് പറയണത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ്. അപ്പൊ നിങ്ങൾ എന്തിനെക്കുറിച്ച് ഒരു ആകുലപ്പെടേണ്ട കാര്യമില്ലേ? ഇങ്ങനെ ആകുലപ്പെടുമ്പോഴും ഇതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടുമ്പോഴും എന്താണ്, നമ്മൾ ആരുടെ ഗണത്തിലേക്ക് നമ്മൾ അറിയാതെ പോകുന്നു? വിജാതിയരുടെ ഗണത്തിലേക്ക്. എന്ന് വെച്ചാൽ ദൈവത്തിൽ പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ആയി പോകും, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് പറയുന്നു. അപ്പൊ വീട് വേണം, കാറ് വേണം, സാമ്പത്തിക മേഖല വേണം, ജോലി വേണം, ഇതെല്ലാം ആർക്കറിയാം? ദൈവത്തിനറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവം ആവശ്യപ്പെടുന്ന ഒരു ജീവിതം നയിച്ചാൽ ദൈവം ഇതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് തരും. അതാണ് വചനം പറയണത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കും. ഈ കർത്താവിന്റെ കൂട്ടിച്ചേരലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ആകുലപ്പെടുന്നവര്, അസ്വസ്ഥതപ്പെടുന്നവര്, ഭാരപ്പെടുന്നവര്, ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടവര് എല്ലാവരും ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരെല്ലാവരെയും അങ്ങ് ചേർത്ത് വെച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.